അവന്റെ നടുവിന് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്. ഇനി അവന് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. നടുവിനുണ്ടായ ക്ഷതം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? വീഴ്ചയുടെ ആഘാതത്തെ പറ്റി നല്ല ബോധ്യമാണല്ലോ. അതെങ്ങനെയാണ് ഇവനറിയുന്നത്? ഇവനാണോ അവനും അവന്റെ അച്ഛനും കൂടെ ബൈക്കിൽ പോയപ്പോ ലോറി കൊണ്ടൊന്ന് ഇടിച്ചത്? അമ്മേ, വെറുതെ അവള് ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ നിൽക്കാതെ. എനിക്ക് ഒരുപാട് സമയം കൈ തൂക്കിയിട്ടുണ്ടോ നിൽക്കാൻ വയ്യ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. മോളെ, എവിടേക്കാ കണ്ണൻ കയറിയത്? അറിയില്ലമ്മേ. കണ്ണേട്ടനോട് എവിടെയെങ്കിലും കയറിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോരുമായിരുന്നു. ഈ സമയത്തിന് അവരെത്തുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല. ആരാ ഇത്? ആഹാ, അപ്പൊ ഇവിടെ വന്ന് കിടക്കായിരുന്നോ? അത് ശരി. അപ്പൊ എന്റെ മുറി കൈയടക്കിയോ? മനസ്സിലായി മനസ്സിലായി. ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറികൾ ഈ മുറിയും എന്റെ കരണമോള് കിടക്കുന്ന മുറിയുക. അത് മനസ്സിലാക്കിയിട്ട് അവള് മനഃപൂർവ്വം നിന്നെ ഈ മുറി തന്നെ കൊണ്ട് കിടത്തിയാണ്. ഒന്ന് കിടന്നു വിചാരിച്ച് ഒന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ലല്ലോ. എനിക്ക് നഷ്ടം തന്നെയാ. എന്റെ മോളെ അല്ലാതെ ഞാൻ എന്റെ അമ്മയെ പോലും ഈ മുറിക്കകത്ത് കിടത്തിയിട്ടില്ല. അത് അവക്ക് നന്നായിട്ടറിയാം. നിന്റെ കെട്ടിയോക്ക് അത് അറിഞ്ഞു വെച്ചിട്ട് ഞാനില്ലാത്ത തക്കം നോക്കി നിന്നെ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുക. ഇതിലും നല്ല മുറി എന്റെ വീട്ടിലുണ്ട്. ഉണ്ടേ. നീ വലിയ കോടീശ്വരനല്ലേ? അപ്പൊ പിന്നെ വലിയ കൊട്ടാരം പോലത്തെ മുറിയൊക്കെ നിന്റെ വീട്ടിലുണ്ടാവും. എന്ന് വെച്ച് ഞാനൊരു പാവപ്പെട്ടവനല്ലേ? എന്റെ മുറി നിന്നെ കൊണ്ട് കിടത്തിയത് ഒട്ടും ശരിയായില്ല. നീ കിടക്ക്. ഞാൻ ദയ വരുന്നു. ഇത് ഇയാളുടെ മുറിയായിരുന്നു. ഇവിടുന്ന് ഇപ്പൊ എഴുന്നേക്കാനും പറ്റില്ലല്ലോ. എന്തിനടി അവനെ എന്റെ മുറി കൊണ്ട് കിടത്തിയത്? അച്ഛന്റെ റൂമിലാണോ കണ്ണേട്ടൻ കിടന്നത്? അവക്കൊന്നും അറിഞ്ഞൂടാ. എടി, നീ കൊണ്ട് കിടത്താതെ അവൻ ഇവിടുന്ന് നടന്നു പോയി കിടക്കൂ. അതിനുള്ള കെൽപ്പ് അവനില്ലല്ലോ. വീൽ ചെയറിൽ പോയിട്ട് ചിലപ്പോ അവിടെ കിടന്നതായിരിക്കും. പിന്നെ വീൽ ചെയറിൽ അവൻ ആ മുറിയിലോട്ട് പോയിട്ട് അവൻ അവിടെ കയറി കിടന്നിട്ട് വീൽ ചെയർ താനേ ഇങ്ങോട്ട് വന്നു. ഇനി കള്ളത്തിന്റെ കേട്ടൊന്നും അയക്കണ്ട. മര്യാദയ്ക്ക് വീൽ ചെയർ കൊണ്ടുപോയി അവനെ വേറെ എവിടെങ്കിലും ഒരിടത്ത് എടുത്ത് വെക്കേ. ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി എന്താ അത് മനസ്സിലാക്കിയിട്ട് കെട്ടിയോനെ അവിടെ കൊണ്ട് കിടത്തിയതാ. നല്ല മുറി കാണാതെ ജീവിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ കണ്ണൻ. അത് അവനും പറഞ്ഞു. പക്ഷെ ഈ വീട്ടിൽ വരുമ്പോ ഇവക്കായിട്ടും നിനക്കായിട്ടും ഒക്കെ ഓരോ മുറിയുണ്ട്. അവിടെ എവിടെയാണെന്ന് വെച്ചാൽ അവനെ കയറ്റി കിടത്തിക്കോണം. പക്ഷെ എന്റെ മുറിയിൽ അവനെ കയറ്റി കിടത്താൻ പാടില്ല. കേട്ടല്ലോ? ഇനിയിപ്പോ അവൻ കിടന്ന പുതപ്പ് മാറ്റിയിട്ട് വേണം എനിക്ക് വേറെ പുതപ്പ് ഇരിക്കാൻ. എന്നാലേ എനിക്ക് ഉറക്കം വരും. എടി, നോക്കി നിൽക്കാതെ ഈ കുന്ത്രാണ്ടം എടുത്തോണ്ട് പോടി.
കുറച്ചുകൂടെ മാന്യോട് സംസാരിച്ചൂടെ? എന്റെ മോളുടെ കുഞ്ഞു പോകാൻ കാരണക്കാരുതോ ആ പോയ അവളും അവളുടെ കെട്ടുവാ. നിന്റെ പിറന്നാളാണെന്നും പറഞ്ഞ് രണ്ടെണ്ണം കൊണ്ട് ഈ വീട്ടിലോട്ട് കയറിയോണ്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടിയെ നഷ്ടപ്പെട്ടത്. അവര് നിങ്ങളുടെ പേരക്കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കൂടുതൽ സംസാരിച്ച കണ്ണന് നിങ്ങൾ ഉണ്ടാക്കിയ നഷ്ടം ചിലപ്പോ മോള് കണ്ണനോട് പറഞ്ഞെന്നിരിക്കും. അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണ്ട, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ മുറി കയറി കിടക്കായിരുന്നു അവൻ. കൊള്ളാമല്ലോടാ. കണ്ടിട്ട് ആരോ വന്ന പോലെ. ഇപ്പോഴും കാലിന് തീരെ സ്വാധീനമില്ല കേട്ടോ. അതാണ് ആകെ ഉള്ളൊരു സന്തോഷം. പോ. നിന്റെ ഭർത്താവിനെ കൊണ്ട് കിടത്താൻ ഈ മുറി മാത്രമേ കണ്ടുള്ളൂ. ഞാൻ പോലെ ഈ മുറിക്കകത്ത് കയറത്തില്ലല്ലോടി. ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് ചെയ്യാത്തവരാരും ഇല്ലല്ലോ. തെറ്റിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന കൂട്ടത്തിലാ അമ്മയുടെ മോൻ. ആ അതൊക്കെ നിൽക്കട്ടെ. ഈ മണ്ഡലമാസം എന്ന് പറയുന്നത് കണ്ണന്റെ ജന്മമാസമല്ലേ? പോരാത്തതിന് മലയ്ക്ക് പോകാൻ വേണ്ടി നീ മാല ഇട്ടിട്ടുണ്ടേ. എന്നിട്ടും കണ്ണ നിനക്ക് യാതൊരു വ്യത്യാസമില്ലല്ലോ. എടാ പ്രതാപ, എങ്ങനെ വ്യത്യാസം ഉണ്ടാകാനാ? ജന്മമാസം ആർക്കും അത്ര നല്ലതല്ല. ജന്മമാസത്തിലെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങരുതെന്നാണ് പറയുന്നത്. അതെ, എന്റെ ഒരു ജന്മമാസത്തിലാണല്ലോ എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയതും ആ മാസമാണല്ലോ. പിന്നെ ആ മാസം എന്തിനാണ് ഇങ്ങനെ ഏന്തി മറിഞ്ഞും മലയ്ക്ക് പോകുന്നത്? ആ മാസമല്ല ഞാൻ പോകുന്നത്. 41 ആവുമ്പോഴേക്കും ജന്മമാസം കഴിയും. ഞാൻ ധനുമാസത്തിലാ മല ചവിട്ടുന്നേ. ഓ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. ആ എന്നാ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ അമ്മേ? എല്ലാ മാസവും നല്ല മാസമാണ്. പക്ഷേ ചില എരണം കെട്ടവർക്ക് ഏത് മാസവും കുഴപ്പമാ. അതെ, ഞാൻ എണ്ണം കെട്ട ഒരുത്തനാ. എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം പോലും നല്ല പ്രായത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത ഈ എണ്ണം കെട്ട എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമുണ്ടായി. അതാ ദാ ഈ നിൽക്കുന്ന മഹാലക്ഷ്മി. ഇയാളെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം അത്യാവശ്യ ഐശ്വര്യമൊക്കെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാ ഞാൻ. ഇവളൊരു ദുർമന്ത്രവാദിനിയാണ്. അങ്ങനെയുള്ളവർക്ക് ആദ്യം ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ആ ഈ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ മാരപ്പടക്കത്തിന് തിരി കൊളുത്തിയതുപോലെ പൊടപടപടപടേന്നിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. ആയിക്കോട്ടെ, ഏതായാലും നിങ്ങളുടെ അമ്മയ്ക്കും മോൾക്കും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിക്കുന്നുണ്ടല്ലോ. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. പാടോ. പ്രതാപ, അതൊരു ഒന്നൊന്നര കുത്തലായി പോയല്ലോടാ. അതെ അതെ, എന്റെ മുറി വരെ കൈയടക്കാനുള്ള ധൈര്യം കാണിച്ചതല്ലേ. അപ്പൊ ഇതല്ല, ഇതിനപ്പുറം പറയും. പക്ഷേ ഇനി ഇവന്റെ ഒന്നും മുമ്പിൽ ഞാൻ പഞ്ചപൂച്ച അടക്കി നിൽക്കത്തില്ലമ്മേ. എന്റെ കുഞ്ഞു പോയിന്റെ ദേഷ്യം എന്റെ ഉള്ളിൽ കിടന്ന് തിളക്കുക. എന്റെയും. എടാ പ്രതാപ,
എന്നാലും ഒന്ന് ഓർത്തു നോക്കിയ നമ്മളില്ലാത്ത സമയത്ത് അവളും അവിടെ അമ്മയും കൂടി എന്തൊക്കെ ചെയ്തെന്ന് നോക്കി. നിന്റെ മുറി കയറി അലമാരക്കകത്തൊന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയി കാണുമോ? അതിനകത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. ഏയ് അങ്ങനൊന്നും ചെയ്യത്തില്ലമ്മേ. അവൻ പണത്തിലും സ്വർണത്തിലും മുങ്ങി നിൽക്കുന്നവനല്ലേ. ഇവിടെ സ്വർണ്ണ കടക്കാരന് സ്വർണ്ണം എടുത്തോണ്ട് പോയി അവന്റെ കടയിൽ കൊണ്ടുവച്ച പുളിക്കുമോ? അങ്ങനെയുള്ള സംശയങ്ങളൊന്നും എനിക്കില്ലമ്മേ. അവന്റെ കാലിന് 1% പോലും പുരോഗതി ഇല്ലാതെ എന്റെ സന്തോഷം നന്നായിട്ടുണ്ട് താനും. ആ എനിക്കും. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അങ്ങോട്ട് ചാടി കയറി പോയതാ. അതെ, ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ എടുക്കാം. ഈ കള്ളക്കളി എത്ര നാൾ തുടരാൻ പറ്റുമെന്ന് അറിയില്ല. തുടരാൻ പറ്റുന്നിടത്തോളം തുടരണം കണ്ണേട്ടാ. കണ്ണേട്ടന്റെ കാലുകൾ വലതുകാലിനൊപ്പം ഇടതുകാല് പോലും ചലിക്കുന്നത് ഇവിടെ പലർക്കും സഹിക്കാൻ പറ്റില്ല. അതേ കണ്ണ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. അവനാള് ശരിയല്ല, ആ തോമസ് വൈദ്യൻ. അവൻ ചികിത്സിച്ചെന്ന് കരുതി നിനക്ക് ഒരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല, അധോഗതിയല്ലാതെ. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഇനി അങ്ങോട്ട് പോകുന്നില്ല. ആ നല്ലത്. ഉള്ള പൈസ കൈ കിടക്കുമല്ലോ. ഇപ്പൊ തന്നെ ഒരുപാടങ്ങ് മുടിച്ചില്ലേ? അയാളുടെ അടുത്ത് നീ പോയിട്ട് നീ രക്ഷപ്പെട്ടില്ല, അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ ആർത്തിയോടെ പൈസ വാങ്ങുന്ന കൂട്ടത്തിലല്ല തോമസ് വൈദ്യൻ. അവന്റെ കുറെ കാട്ടിലും കുന്നിലും ഉള്ള പച്ചല മരുന്നുകളൊക്കെ ചെലവായി. ഞാനും പ്രതാപനും കൂടി കുറച്ചുനാൾ അവിടെ കിടന്നതല്ലേ. അന്ന് നീയേ പ്രേതമായിട്ട് അഭിനയിച്ചപ്പോ അതിനു പോലും കൂട്ടുനിന്നയാളാണ് ഈ തോമസ് വൈദ്യൻ. അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട നല്ല വൈദ്യന്മാർ ആരെങ്കിലും ചെയ്യുവോ ഇങ്ങനെയൊക്കെ? പിള്ളേര് കളിക്ക് കൂട്ടു നിൽക്കുവോ? അതൊരു പിള്ളേര് കളിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. ആ അങ്ങനെ പലതും തോന്നും. അതുകൊണ്ട് തന്നെയാ കണ്ണ അയാള് ചികിത്സിച്ചിട്ട് നിനക്ക് ഒരു മാറ്റം ഇല്ലാതെ പോയത്. മോന് പായസം കുടിക്ക്. ഓ പിറന്നാള് പായസമായിരിക്കും. ആ ശരി ശരി, എന്നാ പിന്നെ പായസം മാത്രം ആക്കണ്ട, സദ്യയും കൂടെ കൊടുക്ക്. നിന്റെ പിറന്നാള് സദ്യയുടെ പായസം കുടിച്ചല്ലേ എന്റെ കുഞ്ഞു പോയത്. ഇന്നിനി അതുപോലെ മറ്റെന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവട്ടെ. ഞങ്ങള് രണ്ടാളും ഇപ്പൊ ഇങ്ങോട്ട് ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. കരുണയ്ക്ക് ദുരന്തം ഉണ്ടായെങ്കിലേ അതിനു പിന്നിൽ ആരായിരുന്നു എന്നൊക്കെ മുത്തശ്ശിക്കും കരുണയുടെ അച്ഛനും ബോധ്യമുള്ളതാ. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതുവാ. വേണമെങ്കിൽ നമുക്കൊരു അന്വേഷണം നടത്താം. എങ്ങനെയാണ് പായസത്തിൽ വിഷം വന്നതെന്ന്, ആരാ പായസത്തിൽ വിഷം കലർത്തിയെന്ന്. നീ എന്തുവാ അന്വേഷണം എന്ന് പറഞ്ഞ എന്നെ ഭയപ്പെടുത്തുവാ? ഭയപ്പെടുത്തുകയൊന്നുമല്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ആരോപണം കേൾക്കേണ്ടി വരുമ്പോ ഞാൻ ചിലപ്പോൾ പോലീസിന് സഹായം തേടിയെന്ന് വരും. പിന്നെ കരുണയുടെ കുഞ്ഞു പോയത് എങ്ങനെയാന്ന് കൃത്യമായി കണ്ടെത്തുക തന്നെ ചെയ്യും. അവിടെ നിങ്ങളും നിങ്ങളുടെ മോനുമാണ് പ്രതിയെങ്കിൽ ഒരു അമ്മയുടെ വയറ്റിൽ കിടന്ന ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞാണ്. അതിനെ കളഞ്ഞതില് ഇനിയുള്ള കാലം രണ്ടാളും ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും. നീ ജയിലെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഒന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല ഞാനും പ്രതാപനും ഒക്കെ. കുഞ്ഞിനെ കളഞ്ഞത് ആരാണെന്ന് പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇവളുടെ പ്രാർത്ഥനയാണ് ആ കുഞ്ഞു പോകാൻ കാരണം. അത് ഒരു പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല.
ദൈവത്തിനല്ലാതെ. ഇതിനൊക്കെ എന്ത് മറുപടിയാ മോനെ പറയണ്ടേ? ഒന്നും മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര പൊള്ളുന്ന വാക്കുകൾ പറഞ്ഞാലും എന്റെ മനസ്സിലിപ്പോ നല്ല തണുപ്പുണ്ട് മോനെ. ജീവിതത്തിൽ ഒരിക്കലും എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. മരിക്കുന്നതിന് മുൻപ് അത് കാണാൻ പറ്റിയല്ലോ. അതിന്റെ സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല മോനെ. ലേഖ, ലേഖേ, വലിയ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? നടന്നു തുടങ്ങി കണ്ണനയ്യപ്പൻ. നടന്നു തുടങ്ങിയെന്ന് പറഞ്ഞ ശരിക്കും നടന്നു തുടങ്ങിയോ? ആ, ശരിക്കും നടന്നു തുടങ്ങി. ഇടതുകാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പരസഹായം ഇല്ലാതെ അവനിപ്പോ നടക്കാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ നീയും ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ, അതിനുള്ള ഫലമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കണ്ണനെയും മഹാലക്ഷ്മിയും വേർപിരിക്കാൻ ശത്രുക്കൾ കെണിയൊരുക്കും. ആ കെണി അവർക്ക് ഗുണമായി തീരുകയും ചെയ്യും. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. പറയാൻ ഒരുപാടുണ്ട്. അതിനു മുമ്പ് പെട്ടെന്ന് എല്ലാം ഒരുക്കണം. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങോട്ടാ വരുന്നേ. അപ്പോ തോമസാറിന്റെ വീട്ടിൽ നിന്ന് അവര് പുറപ്പെട്ടോ? ആ, അതെ. യാത്രയാക്കിട്ടാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോ ഒരു മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. കണ്ണനും മഹാലക്ഷ്മിക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് നിനക്കറിയാലോ. അവൻ മലയ്ക്ക് പോകുന്നുണ്ടേ മത്സ്യമാംസാദികളൊന്നും കഴിക്കില്ല. അതുകൊണ്ട് നല്ല വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞോ. ഞാനിപ്പോ എന്താ ഉണ്ടാക്കുക? നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. ഞാനും സഹായിക്കാം. ഇന്ന് ഏതായാലും അവരോട് ഉണ്ടാവും. എല്ലാത്തിനും തോമസ് സാറിനോട് നന്ദി പറഞ്ഞേ പറ്റൂ അനന്തേട്ടാ. തോമസ് സാറിനോട് മാത്രമല്ല, മഹാലക്ഷ്മിയോടും മാർക്കോയോടും ഒക്കെ നന്ദി പറയണം. അത്രത്തോളം എല്ലാവരും കണ്ണിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സ്വന്തം ജീവൻ കൊടുത്തു പോലും കൂടെ നിൽക്കുമായിരുന്നു. അതിനുള്ള ഫല ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. രണ്ടെണ്ണം കൂടി ഇന്ന് പോവാ. നമ്മളിന്ന് വന്നില്ലായിരുന്നെങ്കിലേ പോകത്തില്ലായിരുന്നു. എന്ന് മാത്രമല്ല, നിന്റെ മുറിയിൽ നിന്ന് രണ്ടാളും കൂടി കഴിച്ചുകൂട്ടിയാന്. അത് ശരിയാ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പ് അവൾ എന്റെ മുറിയുടെ പരിസരത്ത് പോലും വരില്ലായിരുന്നു. അങ്ങനെയുള്ളവളാ ഇപ്പൊ കെട്ടുവിനെ പിടിച്ച് അവിടെ കിടത്തിയത്. ആ, രണ്ടാള് പോവാണോ? ആ, അതെ. അമ്മയൊന്ന് കാണാൻ വേണ്ടി മാത്രം വന്നേ. ഓ കണ്ണാ, നീയൊന്ന് നടന്നു കാണാൻ വേണ്ടിട്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവളാണ് നിന്റെ അമ്മായിയമ്മ. അപ്പോ ഇവളെ നിരാശയാക്കാൻ വേണ്ടിട്ട് നീ എന്തിനാ കണ്ണാ ഈ വീൽ ചെയറിൽ ഇങ്ങോട്ട് വരുന്നേ? നീ എന്നെങ്കിലും ഒരിക്കലും ഒന്ന് നടന്നു വരണേ, എന്നാലേ ഇവിടെ കണ്ണുനീര് തോരത്തുള്ളൂ. ആ, അത് ശരിയാ. മോളുടെ ഒരു കുഞ്ഞു പോയി. എന്നിട്ടും ഇവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. നിന്നെ ഓർത്ത് മാത്രമാ കണ്ണാ ഇവിടെ കണ്ണീര് പൊഴിക്കുന്നേ. അമ്മയുടെ സ്നേഹത്തെപ്പറ്റി നിങ്ങളാരും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. എന്റെ ഭാര്യ സ്നേഹിക്കുന്ന പോലെയാ ഞാൻ അമ്മയും കാണുന്നത്. എന്ന് വെച്ചാ
ഇവളെ അമ്മായിയമ്മയായിട്ടല്ല നീ കാണുന്നതെന്നാണോ പറഞ്ഞു വരുന്നേ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അത്രയ്ക്ക് നിലവാരം ഇയാൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഓ, നിനക്ക് നിലവാരം ഒരുപാടാണല്ലോ. സത്യം പറയാലോ, ഈ നിലവാരം എന്ന വാക്കുണ്ടാക്കിയത് തന്നെ നിനക്ക് വേണ്ടിയാ. അയ്യോ. മഹി പോ, പോയിട്ട് രാമേ. ഒരു നിലവാരക്കാരി പോന്നുണ്ടല്ലേ. എടാ പ്രതാപ, ഇക്കണക്കിന് ഇവൻ എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിലേ ഇവന്റെ കൂടെ പോകുന്ന 2 എണ്ണം കൂടെ ഉണ്ടല്ലോ ഇവിടെ തലകുത്തി തിന്നേനെ. അതെ അതെ. എന്റെ ഈ അവസ്ഥയിൽ സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ അമ്മേ. നമ്മുടെ സന്തോഷം ആഹ്ലാദമൊക്കെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ശരി മോനെ. ശരി അമ്മ. എന്തിനാടി ഇപ്പോഴും വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരുത്തനെ മലയിലേക്ക് പറഞ്ഞു വിടുന്നേ? നിന്റെ മോളുടെ പേരിൽ സ്വത്തെല്ലാം എഴുതി കിട്ടി, അതുകൊണ്ട് ഇനി അവൻ തിരിച്ചു വരില്ലെന്ന് കരുതിയിട്ടാണോ? എന്റെ മരുമോൻ മലയ്ക്ക് പോയാലും തിരിച്ചു വരും. അവൻ ഒരാപത്തും പറ്റില്ല. അത് ശരിയാമ്മേ. അയ്യപ്പനെ വിളിച്ചുണർത്തിയല്ലേ ഇവളും ഇവളുടെ മോളോടെ നമ്മളെ വട്ടം ചുറ്റിക്കുന്നേ. നമ്മുടെ മോടെ കുഞ്ഞു പോയതും അതുകൊണ്ടാ. ഡേ, നീയും അവളും കൂടി എത്ര പ്രാർത്ഥിച്ചാലും ശരി, ഞങ്ങളുടെ കൊച്ചിനൊരു കുഞ്ഞുണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നിന്റെ മോൾക്ക് ഈ ജന്മം കണ്ണന്റെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നില്ല. ആയിക്കോട്ടെ, ഒന്നും പ്രതീക്ഷിച്ചല്ല എന്റെ മോള് കണ്ണനൊപ്പം ജീവിക്കുന്നത്. ഈ വീടിനകത്തുള്ളപ്പോ എന്റെ മോൾക്ക് ഒരു ദിവസം പോലും മനസമാധാനം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പൊ അത് ആവശ്യത്തിലധികം ഉണ്ട്. ഓ, ഒരമ്മയ്ക്ക് വേണ്ടത് അത് തന്നെയാ. ഇപ്പോഴും അവളാ ജയിച്ചത്. നമുക്ക് അവളുടെ മോളിൽ സംസാരിക്കാൻ പറ്റിയില്ല. ഏയ്, കണ്ണനെ പോലും ഒരുത്തനെ അവളുടെ മോക്ക് ഭർത്താവായി കിട്ടിയതില് അവൾക്ക് നല്ല സങ്കടം ഉണ്ടമ്മേ. അതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്നോണ്ടിരിക്കുന്നേ. എന്നാലും അവളെ നിന്റെ നേരെ നിന്നും പലപ്പോഴും സംസാരിക്കുന്നു. നിനക്ക് അവളെ, അവളുടെ മോളെ എന്തോ പേടിയുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഏയ്, അങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ ഒരുത്തനല്ലേ മാർക്കോ, ഇവളുമാര് പോയി അവനടുത്ത് വല്ല പരദൂഷവും പറഞ്ഞു കൊടുത്താ അവൻ ഇരച്ചു കയറി ഇങ്ങോട്ട് വരത്തില്ലേ? അത് നേരാ. അവനെ വെട്ടിക്കണ്ട് ചടുപ്പി വെക്കാതെ മഹാലക്ഷ്മിയെ, മോഹിനിയെ, കണ്ണനെയും ഒന്നും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ലടാ. ആകെ കൂടി ഒരു ആശ്വാസം ഉള്ളത് കണ്ണന്റെ പഴയ അവസ്ഥയിൽ മാറ്റമില്ലെന്നുള്ളതാ. മോളെന്നെ ഇടയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു അവന്റെ ഇടത്തുകാല് അനങ്ങുന്നുണ്ടോ എന്ന് നോക്കണമെന്ന്. ഇടതുകാലല്ല, ഒരു വിരല് പോലും അനങ്ങുന്നില്ല. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ച. ഞാനും. അതങ്ങനെ തന്നെ പോട്ടെ. കഴിയുമെങ്കിൽ മല കയറുമ്പം അവന് വീൽ ചെയറിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവട്ടെ. എന്റെ ഈശ്വരായ, അതും കൂടി കണ്ടിട്ട് കണ്ണടച്ച അത്രയും നന്നായിരുന്നു.
ലേഖേ, ആ തൽക്കാലം പണിയൊക്കെ അവസാനിപ്പിച്ച് പോര്. ദേ ആളെത്തി. ദാ വരുന്നു. നടന്നതൊക്കെ ഞാൻ വിസ്തരിച്ച് അവളോട് പറഞ്ഞു. എങ്കിലും ഇങ്ങനെ നടന്നു വരുന്ന കണ്ണനെ അവൾ ആദ്യമായിട്ട് കാണല്ലേ. ദാ കണ്ടോ, നീ പ്രാർത്ഥനയോടെ കാത്തിരുന്ന കണ്ണനെ. വാ കണ്ണ. ഇപ്പോ ആരുടെയും കൈ പിടിക്കാതെ നടക്കല്ലേ? ആ, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ സമ്മതിക്കില്ല. സന്തോഷായി കണ്ണേട്ടാ. എത്രയോ നാളത്തെ കാത്തിരിപ്പാ ഇപ്പൊ ഫലം കണ്ടിരിക്കുന്ന. ഇതിന്റെ പിന്നില് ഒരുപാട് പേരുടെ സഹായമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എങ്കിലും ഒരുപാട് നന്ദി പറയേണ്ടത് ദാ ഈ നിൽക്കുന്ന എന്റെ മഹിക്ക. അത് ഉറപ്പല്ലേ? മഹി കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് ആരുടെ മുന്നിലും ആത്മവിശ്വാസത്തോടെ പറയാൻ എനിക്കൊരു മടിയുമില്ല. എനിക്കൊരു പുനർജന്മം തന്നത്, ജീവിക്കണമെന്ന് എനിക്കൊരു മോഹം ഉണ്ടാക്കിയത് ദേ ഇയാള് തന്നെയാ. ഞാൻ നന്ദി അത്രയും പറയുന്നത് ആ മാർക്കോയ്ക്കാ. മാർക്കോ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്ന കണ്ണേട്ടനെ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു ലേഖേ. അനന്തോട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര കൊണ്ടാലും പഠിക്കാത്ത ചിലരുണ്ട് കണ്ണേട്ട. അവരുടെ കർമ്മത്തിൽ നിന്ന് മാറി ചിന്തിക്കില്ല. അവിടെ തോമസ് സാറ് പറഞ്ഞതുപോലെ തന്നെ കണ്ണേട്ടൻ കേൾക്കണം. കണ്ണേട്ടന്റെ ശത്രുക്കൾ ഒരിക്കലും അറിയരുത് കണ്ണേട്ടൻ നടന്നു തുടങ്ങിയത്. ഇപ്പോഴും ശത്രുക്കളെ സന്തോഷിപ്പിച്ചിട്ടാ ഞങ്ങൾ വരുന്നത്. ഞാൻ വീൽ ചെയറിൽ വളരെ പ്രയാസപ്പെട്ട് കാറിലേക്ക് കയറുന്നത് സന്തോഷത്തോടെയാ ഇയാളുടെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയൊക്കെ നോക്കിയത്. മഹിയുടെ അമ്മ കണ്ടല്ലോ കണ്ണൻ നടക്കുന്നത്. കണ്ടു. ഞങ്ങളുടെ വിവാഹ സമയത്ത് അമ്മ ഒരുപാട് വിഷമിച്ചതാ. എന്നെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടിയാ കണ്ണേട്ടനെ പോലൊരാളെ കണ്ടെത്തിയെന്നായിരുന്നു അമ്മയുടെ ചിന്ത. പിന്നത് മാറ്റിപ്പറഞ്ഞ എന്റെ അമ്മയ്ക്ക് ഇന്നത്തെ ദിവസം ലോകം പിടിച്ചടക്കിയ സന്തോഷായിരുന്നു. അപ്പോഴേ അതൊക്കെ എവിടെ നിൽക്കട്ടെ. ഹണിമൂൺ ട്രിപ്പ് എപ്പോഴാ പ്ലാൻ ചെയ്യുന്ന രണ്ടാളും? ആദ്യം ഞാൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ, അത് കഴിഞ്ഞ് അതേപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഞാനേ അടുക്കളയിൽ തകൃതിയായി പാചകം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. മിക്കതും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി പാചകം ഒന്നിച്ചാവാം. വിരുന്നുകാരിയെ കൊണ്ട് പാചകം ചെയ്യിക്കാണോ? ഞാൻ വിരുന്നുകാരിയൊന്നും അല്ല, വീട്ടുകാരി തന്നെയാ. ലേഖവാ. നിന്റെ മഹി മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നത്, ചിരിക്കുന്നത് ഇപ്പൊ അല്ലടാ. അതെ, ഞാൻ ആദ്യമായി നടക്കുന്ന കണ്ടപ്പോ സന്തോഷം കൊണ്ട് കരയുന്ന എന്റെ മഹിയുടെ മുഖമുണ്ടല്ലോ, അത് ഈ ജന്മം എനിക്ക് മറക്കാൻ പറ്റില്ലടാ.
അങ്ങനെ ഒരു ശ്രമം കൂടി പരാജയപ്പെട്ടു. ഇനി എങ്ങനെ ആ അസത്തിനെ നമ്മുടെ മോടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. ഡേടാ പ്രതാപ, മണ്ഡലമാസമായിട്ട് ഒന്നും വേണ്ട, കഴിയട്ടെ. ഇപ്പൊ നമ്മളും അയ്യപ്പനെ മുറുകെ പിടിച്ച് കഴിയുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും രക്ഷയുണ്ടാവുമോ അമ്മേ? അതിപ്പോ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? ഹോ, പഠിച്ച പടി 18 നോക്കി, എന്നിട്ടും അവളുടെ ആയുസ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ആ പിന്നെ ഇത്രയൊക്കെ ആയിട്ടും കണ്ണന്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും ഇല്ലല്ലോ. ഇപ്പോഴും വീൽ ചെയർ തന്നെ അല്ലേ? അതാണ് ഏക ആശ്വാസം. ആ, എടാ ഇനിയിപ്പോ അവൻ മല കയറിയിട്ട് വരുമ്പോ നടക്കുമോന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നും സംഭവിക്കില്ലമ്മേ. മല കയറിയത് തന്നെ തെറ്റായി പോയെന്ന് അവന് മിക്കവാറും തോന്നും. ആ സത്യം. ആരാടാ? ഈ നമ്പർ കണ്ടിട്ട് ലവന്റെ നമ്പറാണെന്ന് തോന്നുന്നു. ആ മാർക്കോയുടെ അവസാനത്തെ നമ്പരാ 1172. എടുക്കടാ, എന്താ പറയുന്നതെന്ന് അറിയാലോ. ചിലപ്പോഴേ സമയവും സ്ഥലവും ഒക്കെ അവൻ നിശ്ചയിച്ചു കാണും. എന്തിന്? നിന്നെ കൊല്ലാൻ. ഓ ഒന്ന് ചുമ്മാ ഇരിക്കമ്മേ, ഒരു മനസാക്ഷിയില്ലാതെ. ഓ കട്ടായി. ഫോൺ എടുത്തില്ലെങ്കിലേ അവൻ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുവടാ. പിന്നെ അവൻ പ്രായത്തിന്റെ പരിഗണനയൊന്നും നോക്കാതെ എനിക്കിട്ടും 2 പൊട്ടിക്കും. അയ്യോ ദേ വീണ്ടും വിളിക്കുന്നു. വേഗം എടുക്കടാ. ആ ഹലോ, ആരാ? ആരാച്ചാര് നിന്റെ? അല്ല, ഈ ശബ്ദം നല്ല കേട്ട് പരിചയമുണ്ടല്ലോ. ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല. പരിചയപ്പെടുത്താൻ ഞാൻ. എടാ പ്രതാപ, നീ വിട്ട ഗുണ്ടകളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടടാ ഞാൻ. എന്നിട്ട് വിശദമായി ചോദ്യം ചെയ്തു. എടാ നിനക്ക് കൊണ്ടുവന്ന് മതിയായില്ല അല്ലടാ? അയ്യോ മാർക്കോ ആയിരുന്നോ? എന്താ മാർക്കോ ഈ പറയുന്നേ? പറയുന്നത് എന്താണെന്ന് എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാം. മാർക്കോയാ? എടാ മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും പുകച്ചേ നീ അടങ്ങത്തുള്ളൂ അല്ലേ? ഞാനൊരു അപകടം പറ്റി ഹോസ്പിറ്റലായിരുന്നല്ലോ മാർക്കോ. അവിടെ കിടന്നോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ കിടന്നിട്ടും നിന്റെ പൊളച്ചില് കുറയുന്നില്ല. ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നാലുണ്ടല്ലോ, കാലെ പിടിച്ച് നിന്നെ ഞാൻ വലിച്ചു കീറും. നിന്നെ വഴി തെറ്റിക്കുന്ന നിന്റെ അമ്മയുടെ മുന്നിലിട്ട് തന്നെ. മാർക്കോ, പ്രായം ഒരുപാടുണ്ട് എനിക്ക് നിന്നെക്കാളും. അതിന്റെ ഒരു മാന്യത നീ എനിക്ക് തരണം. തരാടാ, തരാം. എടാ പ്രായത്തിന് നിരക്കുന്ന കാര്യങ്ങളാണോടാ നീ ചെയ്യുന്നത്? അയ്യോ അല്ല. മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ കണ്ണൻ സാറിനോട് നീ നേർക്ക് നേരെ നിന്ന് സംസാരിക്കില്ല. ഓ മുമ്പത്തെ കാര്യം അറിയാലോ, വീൽ ചെയറിലിരുന്നത്. അതുപോലെ ഇനി ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ വീൽ ചെയറിലാക്കും. മോനെ മാർക്കോ, തെറ്റിദ്ധാരണയുടെ പുറത്താ നീ സംസാരിക്കുന്നതൊക്കെ. എനിക്ക് തെറ്റിദ്ധാരണ ഒന്നുമില്ല. മര്യാദ എങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഇടിച്ചു പിടിഞ്ഞ് നിന്നെ ഉപ്പിലിടും ഞാൻ. ചൂളയ്ക്ക് വെക്കും, പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ നീ ചത്തല്ലോടാ. അവൻ ആശുപത്രി പോയി അവന്മാരെയൊക്കെ ചോദ്യം ചെയ്തു. അവന്മാര് പറയാനുള്ളതൊക്കെ തുറന്നു പറയുകയും ചെയ്തു. അലവരാതികള് പറയൂലോടാ. ഒരു മാന്യതയില്ലാത്ത ഗുണ്ടകൾക്കല്ലേ നീ കൊട്ടേഷൻ കൊടുത്തത്? അവന്റെ മുന്നിലൊന്നും ഇനി ചെന്ന് ചാടാൻ പറ്റില്ലമ്മേ. ഇപ്പൊ ഫോണിലൂടെ പോലും അവൻ എന്നെ കത്തിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ നേരിട്ട് കണ്ടു കഴിഞ്ഞാ ഈ പറഞ്ഞതൊക്കെ അവൻ എന്നെ ചെയ്യും. ഇടിച്ചു പിഴിഞ്ഞു ഉപ്പിലിടും, ഉറപ്പാ. എന്റെ അമ്മേ, അവനെ തട്ടിക്കളാതെ ഒന്നും നടക്കത്തില്ല. കൊറേ നാളായിട്ട് നീയും ആ മേഘന്റെ അച്ഛനും കൂടെ പലരെ തട്ടും എന്ന് പറയുന്നു. അവസാനം തട്ട് കിട്ടുന്നത് നിനക്ക്. ഒരാൾ ഇപ്പോഴും വീൽ ചെയറിൽ എഴുന്നേറ്റിട്ടില്ല. എന്നെയും വീൽ ചെയറിലാക്കുന്ന അവന്റെ ഭീഷണി. അത് ഭീഷണിയൊന്നും അല്ല പ്രതാപ. നിന്നെ പോലെ ഒരാണല്ല അവൻ. പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ പ്രതാപ. എന്റെ ബലമായ സംശയം അവനൊരു കാലാളാണോന്നാ. കാലാളോ? ആ അല്ല അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ,
അവനൊന്നും മനുഷ്യജന്മം അല്ല മഹാലക്ഷ്മിയെ പോലെ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? മഹാലക്ഷ്മിക്ക് എപ്പ ആപത്ത് വന്നാലും അവൻ എങ്ങനെയാടാ ഇങ്ങനെ ഓടിയെത്തുന്നത്? ആ ശരിയാ, ആ അവൻ സാത്താൻ കൂടിയവനാണോന്ന് എനിക്ക് സംശയമുണ്ട്. നേരിട്ട് ചെന്ന 4-5 ഗുണ്ടകൾക്ക് പോലും അവനുമായിട്ട് എതിരിടാനൊന്നും പറ്റുന്നില്ല. എടാ, അന്യഗ്രഹ ജീവികളൊക്കെ നമുക്കിടയിൽ ഉണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ജീവിയാണോ അവനെന്ന് പറയാൻ പറ്റത്തില്ല. ഇവനെയൊക്കെ മന്ത്രവാദം കൊണ്ടേ ഓടിക്കാൻ പറ്റും. എടാ, ഇങ്ങോട്ട് നോക്കി, കലിയുഗത്തിന്റെ ദേവനാണ് അയ്യപ്പൻ. ഉഗ്രശക്തിയുള്ള ഏതെങ്കിലും അയ്യപ്പ ക്ഷേത്രത്തിൽ പോണം. അവിടെ പൂജ ചെയ്യുന്ന പൂജാരിമാരെ മൊത്തത്തിൽ ഇങ്ങോട്ട് അടങ്ങലെടുക്കണം. എങ്കിലേ ഇവന്റെയൊക്കെ ശക്തിയെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. അമ്മേ, ഇനി എന്താന്ന് വെച്ചാ ചെയ്തു അമ്മ. ഞാൻ അതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കാം. എങ്ങനെങ്കിലും ഈ മാരണങ്ങളൊക്കെ നമ്മുടെ അടുത്തൊന്നൊന്ന് പോയി തന്നാ മതിയായിരുന്നു. കാച്ചിലും ചേമ്പൂക്കെ ഇട്ട് എരിശ്ശേരി പോലുണ്ടാക്കുന്ന അസ്ത്രം കണ്ണേട്ടന് വലിയ ഇഷ്ടം. അറിയാം. ഇനിയിപ്പോ വീൽ ചെയറിന്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്കിപ്പോ എനിക്കും ആഹാരം കഴിക്കാൻ പറ്റും. അതുകൊണ്ടാ ഞങ്ങള് രണ്ടാളും കൂടി കഞ്ഞിക്കൊപ്പം അസ്ത്രം ഒരുക്കിയത്. അതെനിക്കും വലിയ ഇഷ്ടാ. കേട്ടോ മഹി, ഇവന് അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് ഞങ്ങള് 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് മലയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ മാലയിട്ട ശേഷം ഇവന്റെ വീട്ടിലേക്ക് പോകും. മിക്ക ദിവസവും വൈകുന്നേരം അയ്യപ്പം പാട്ടും പിന്നെ കഞ്ഞിസദ്യ ഉണ്ടാവും. അതിന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ കിട്ടുമെന്ന് തോന്നുന്നില്ല. കഴിച്ചു നോക്ക്. മലയ്ക്ക് പോയിട്ട് വന്നിട്ട് വേണം കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഒരുക്കി തരാൻ. മലയ്ക്ക് പോയി വന്ന ഉടൻ തന്നെ ഒരു ഹണിമൂൺ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? ജർമ്മനിയിലെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് നിന്നെ കൂട്ടി ചെല്ലാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? പക്ഷേ അതിനു മുമ്പ് നമ്മളൊന്ന് അടിച്ചു പൊളിക്കും. അതെ, ഒന്ന് മാറി നിൽക്കണം. നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരുള്ളിടത്തേക്ക് പോകുമ്പോഴേ എനിക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റൂ. നിങ്ങൾക്കൊപ്പമുള്ള പ്രഭാത സവാരിയൊക്കെ എന്റെ മനസ്സിലുണ്ട്. കണ്ണേട്ടൻ കഞ്ഞി കുടിക്ക്. കണ്ണാ സ്പൂൺ എടുത്ത്. ആരെ നോക്ക്. കഴിക്കടാ. മാർക്കോയാ? എടുക്ക്. ആ മാർക്കോ, ആ എന്തായി കാര്യങ്ങളൊക്കെ? സാറിപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. നടക്കുന്നുണ്ട് മാർക്കോ. ദാ ഇപ്പോ ഇവിടെ ഞങ്ങളെല്ലാവരുടെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക, അസ്ത്രമൊക്കെ കൂട്ടി. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ. എന്നാ പിന്നെ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? വിളിച്ച മാർക്കോ വരുവോ? എപ്പോഴും തിരക്കല്ലേ. ഇന്നലെ രാത്രി കേക്ക് മുറിക്കുന്ന സമയത്ത് പോലും മാർക്കോ വന്നില്ലല്ലോ. ആ സമയത്ത് എനിക്ക് പോകേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അവിടേക്കാ പോയത്. സ്ഥലത്തിന് പേരില്ലേ? ആ, ഒരു ക്ഷേത്രമാണെന്ന് കൂട്ടിക്കോ. അർദ്ധരാത്രി കഴിയുന്ന നേരത്താണോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? അർദ്ധരാത്രി കഴിഞ്ഞ സമയത്തും പോകാൻ പറ്റിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഗുണ്ടകളിൽ നിന്ന് ഒരിക്കലും ഞാൻ മഹാലക്ഷ്മിയെ രക്ഷിച്ചത്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. ആഹാ, അത് ശരി. ആ അമ്പലത്തിലേക്കാണോ പോയത്? ആ, അതുപോലൊരു അമ്പലത്തിലാ. ആ പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെ ഞാൻ കണ്ടിരുന്നു. അവന്മാരോട് ചോദിക്കേണ്ട രീതിയിൽ തന്നെ ഞാൻ ചോദിച്ചപ്പോ മഹാലക്ഷ്മിയെ കൊല്ലാനായി പണം മുടക്കിയ ആളിന്റെ പേര് അവന്മാര് പറഞ്ഞു. അത് മറ്റാരുമല്ല, അയാൾ തന്നെയാ. മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ, കരുണാലയത്തിലെ പ്രതാപൻ. വീട്ടിൽ കയറി തല്ലേണ്ടതാ, പിന്നെ ഫോൺ വിളിച്ച് ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മകളുടെ കുഞ്ഞു പോയതിന്
പ്രതികാരം ചെയ്യാൻ നടക്കുക അയാള്. അതുകൊണ്ട് ആ വീട്ടിലേക്ക് അധികം പോവാത്തതാ നല്ലത്. ഇനി പോയാലും ശരി, മഹാലക്ഷ്മിയുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണെങ്കിൽ പോലും അത് കഴിക്കാനൊന്നും മടിക്കണം. വേറൊന്നും കൊണ്ടല്ല, അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. പക്ഷേ അതിനകത്ത് വിഷം കലർത്താൻ അവിടെ ആളുണ്ട്. അപ്പോ കഞ്ഞൂടി നടക്കട്ടെ. സാറിന് ഞാൻ അന്വേഷിച്ചിട്ട് പറയണം കേട്ടോ. ശരി മാർക്കോ. ശരി. എന്തു പറ്റിയോ? എന്നെ കൊല്ലാനായി ആളെ വിട്ടതേ അയാളാ, കരുണയുടെ അച്ഛൻ. എന്നെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ മാർക്കോയുടെ ആ വിവരം പറഞ്ഞു എന്ന് പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും ഇവരൊന്നും പഠിക്കുന്നില്ലല്ലോ മഹി. പഠിക്കുന്നില്ല. പക്ഷേ അങ്ങേരെ നാളെ രാവിലെ പോയി എനിക്കൊന്ന് കാണണം. എന്തിനാ ഇനി അങ്ങോട്ട് പോകുന്നത്? പോണം. അയാൾ ഈ കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ അതയാളുടെ അവസാനത്തെ കളിയായിരിക്കും പറയണോ എനിക്ക്? നീ വിഷമിക്കണ്ട മഹി, അയാൾക്ക് വേണ്ടത് മാർക്ക് കൊടുത്തോളും എന്ന് പറഞ്ഞിട്ട് എന്താ ലേഖ കാര്യം? ഇപ്പൊ ദൈവം കൊടുത്തു അയാളുടെ മകൾക്ക്. ആ കുഞ്ഞു പോയത് അവളെപ്പോലെ തന്നെ വേദനയാ അയാൾക്കും അയാളുടെ അമ്മയ്ക്കും. എന്നിട്ടും അത് സ്വന്തം പ്രവൃത്തിയുടെ ഫലമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ല അയാൾക്ക്. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? അത് കണ്ണന്റെ കാറല്ലേടാ? അവൻ വീണ്ടും വന്നോ? അവനല്ലമ്മേ, ഇത് അവളാ. അവളുടെ വരവത്ര പന്തിയല്ലല്ലോടാ.